എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് അച്ചാറാണ്. ഇതൊരു അടമാങ്ങ അച്ചാറാണ്. അടമാങ്ങയെന്നോ ഉണക്കമാങ്ങയെന്നോ ഒക്കെ പറയും. വളരെ ടേസ്റ്റിയായ ഒരു അച്ചാറാണിത്. അതുപോലെ തന്നെ തയ്യാറാക്കാനും വളരെ എളുപ്പമാണ്. എങ്ങനെയാണ് ഈ അച്ചാർ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഞാനിവിടെ കുറച്ച് അടമാങ്ങ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം 15 മിനിറ്റ് ചെറിയ ചൂടുവെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിട്ടുള്ളതായിരുന്നു. അതിനുശേഷം ആ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി വെച്ചേക്കുകയാണിത്. ഇതേ കണ്ടോ, ഈ സമയം ഈ മാങ്ങ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അച്ചാറിടുമ്പോൾ നല്ല ഹാർഡായി പോവും. അത് കഴിക്കാൻ വലിയ ടേസ്റ്റ് കാണില്ല. ഇനി ബാക്കിയുള്ള ചേരുവ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പിന്നെ വേണ്ടത് 5 പച്ചമുളകാണ്. നീളത്തിലരിഞ്ഞ് വെച്ചേക്കുകയാണ്. പച്ചമുളകൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ലേശം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി കുറച്ച് മതിയാകും. പിന്നെ കറിവേപ്പിലയും 5 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കായമാണ്. ഇത് പൊടിക്കായമാണ്. പിന്നെ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട വിനാഗിരിയാണ്. 1/2 ഗ്ലാസ് വിനാഗിരി എടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് അച്ചാർ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാൻ ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉലുവയും ചേർത്ത് കൊടുക്കാം. ഉലുവയും പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറ്റൽമുളക് പൊട്ടിക്കുന്നതൊന്നുമില്ല, അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ട പച്ചമുളകാണ്. 5 പച്ചമുളകാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതലും എടുക്കാവുന്നതാണ്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കുക. ഇപ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ മുളക് പൊടി എടുത്താലും മതിയാകും. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് എടുത്തേക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്ലെയിം സിമ്മിലാക്കിയ ശേഷം മാത്രം പൊടികൾ ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പൊടിയുടെ പച്ചമണം മാറുന്നതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം പൊടിയുടെ പച്ചമണം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ച വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ ഉപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല. അടമാങ്ങയിൽ നന്നായിട്ട് ഉപ്പുള്ളതാണ്. അതുകൊണ്ട് ഉപ്പിടേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ വിനാഗിരിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. അടമാങ്ങ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ മാങ്ങയും മസാലയൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഡ്രൈ പരുവായിട്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അഥവാ നിങ്ങൾക്ക് ചാറോട് കൂടി അച്ചാറാണ് വേണ്ടതെങ്കിൽ മാങ്ങ കുതിരാൻ വെച്ച വെള്ളമില്ല, അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് നല്ല ചാറോട് കൂടി അച്ചാർ തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കായവും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൊടിക്കായമാണ് ഉപയോഗിക്കുന്നത്. കട്ടക്കായം വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പോൾ കായവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂണോളം കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ കായപ്പൊടി മാങ്ങയുടെ എല്ലാ വശത്തേക്കും ആവത്തക്ക രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടമാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ എന്താ രസമല്ലേ. അതുപോലെ തന്നെ ടേസ്റ്റിയാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മാങ്ങ ഇല്ലാത്ത സീസണിലൊക്കെ ഇതുപോലെ തന്നെ മാങ്ങ ഉണക്കി വെക്കുകയാണെങ്കിൽ അച്ചാറിടാം. ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പുറത്ത് തന്നെ വെക്കാവുന്നതാണ്. ഏകദേശം 1 മാസത്തോളം കേടാകാതിരിക്കും. നന്നായിട്ട് അടച്ച് സൂക്ഷിക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.